بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. തീർച്ചയായും ഞാൻ നിങ്ങളുടെ ശരീരത്തിലും സമ്പത്തിലും മക്കളിലും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയാം, നിങ്ങൾക്ക് പേടിയും വിശപ്പും തന്ന് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഒരുപക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഒരൽപ്പം നിങ്ങളുടെ മനസ്സിൽ പേടി ഞാൻ ഉണ്ടാക്കി തരും. എന്തിന്? നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരാൻ. വൽജൂഅ, വിശപ്പ് വരും. വനഖ്സിൻ മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ വരുമാനവും കച്ചവടവും മക്കളിലും ശരീരത്തിലും ഞാൻ കുറവ് വരുത്തും. വബശ്ശിരിസ് സ്വാബിരീൻ, നബിയേ ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോൾ വിരളി പിടിച്ചോടേണ്ടവർക്ക് ഓടാം, നിലവിളിക്കേണ്ടവർക്ക് നിലവിളിക്കാം. പക്ഷേ വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ. ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, ഏത് ചെറുതോ വലുതോ ആയ മുസീബത്തുണ്ടാകുമ്പോൾ ഖാലൂ, ക്ഷമിക്കുന്നവർ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് പോകേണ്ടവരല്ലയോ, ഞങ്ങൾ അല്ലാഹുവിൻ്റെതാണ് എന്ന് പറയുന്നവർക്ക് സന്തോഷമുണ്ട്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് കാരുണ്യവാനായ അല്ലാഹുവിന്റെ കരുണാ കടാക്ഷവും സംരക്ഷണവുമുണ്ട്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗദർശികളായവർ. ഉമ്മ കണ്ട് ഓതി കൊടുത്തു. ഉമ്മ ചോദിച്ചു, അല്ലാഹി ഇന്നഹാ ലഫീ കിതാബില്ലാഹി ഹാകദാ, മക്കളെ ഇങ്ങനെ അല്ലാഹുവിന്റെ കിതാബിലുണ്ടോ? ഇത് വല്ലാത്ത അത്ഭുതമാണ്. പ്രയാസം വരുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലേ അവന്റെ കിതാബിൽ. ഉമ്മാക്ക് ഖുർആൻ അറിയില്ല, അത് ഓതി കൊടുത്തപ്പോ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ട് മക്കളെ ഖുർആനിൽ. അവര് പറഞ്ഞു ഉണ്ട്. ആ ഉമ്മ പറഞ്ഞു, അസ്സലാമു അലൈക്കും, ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കട്ടെ. അവരവരുടെ കൈകാലുകൾ കഴുകുകയും വുളു എടുക്കുകയും ചെയ്ത് ഏതാനും റക്അത്തുകൾ നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചിട്ട് പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇൻദല്ലാഹി അഹ്തസിബു അഖീലാ, അല്ലാഹുവേ എന്റെ മോൻ നഷ്ടപ്പെട്ടതിന് ഞാൻ നിന്റെ അരികത്ത് ഒരു മുതലായി അവനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു റബ്ബേ. എന്റെ മോൻ മരണപ്പെട്ടത് എനിക്ക് നാളെ നന്മയായി ഭവിക്കണമെന്ന് ഞാൻ ദുആ ചെയ്യുന്നു റബ്ബേ എന്ന് പറഞ്ഞ് ഒരുപാട് തവണ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്നിട്ട് 3 തവണ പറഞ്ഞു അഹ്തസിബു ഇൻദല്ലാഹി അഖീലാ, അഹ്തസിബു ഇൻദല്ലാഹി അഖീലാ, എന്റെ മോൻ അഖീലിനെ നാളെ എനിക്ക് ഒരു വിഭവമായി, ഒരു നിധിയായി, ഒരു തുണയായി, ഒരു പ്രതിഫലമായി മാറ്റിത്തരണമേ. എന്നിട്ട് പറഞ്ഞു അല്ലാഹുവേ നീ എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു റബ്ബേ, അതുകൊണ്ട് നീ കരാറ് ചെയ്തത് എനിക്ക് നൽകണമേ. നീ എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഇന്നാ ലില്ലാഹി ചൊല്ലി ക്ഷമിക്കാനാണ്, ഞാൻ ക്ഷമിച്ചു പടച്ചവനെ. അതിന് പകരം ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അവർക്ക് നിന്റെ കാരുണ്യവും നിന്റെ സംരക്ഷണവും നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നീ എനിക്ക് നൽകുകയും ചെയ്യണം. നീ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് റബ്ബേ, പിന്നെ നീ എന്നോട് കരാറ് ചെയ്തത് എനിക്ക് നീ വീട്ടിൽ തരികയും ചെയ്യണമെന്ന അത്ഭുതകരമായ ഒരു ഉമ്മാക്ക് 10-20 വയസ്സ് കഴിഞ്ഞ ഒരു മോന് വീട്ടിലേക്ക് ചെലവ് പുലർത്തേണ്ട സമയമായ അഖീൽ എന്ന മോൻ നഷ്ടപ്പെട്ടപ്പോൾ കാണിച്ച അത്ഭുതകരമായ ക്ഷമയോളം സമാനമായ സംഭവങ്ങളെ ഞാൻ കണ്ടില്ല എന്ന് അല്ലാമത്തുൽ അസ്മഈ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ഇത് എത്ര വലിയ അത്ഭുതമാണ്. ഒരു മുഅ്മിനിന്റെ മനസ്സ് അങ്ങനെയാണ്. നമുക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, കരുണയില്ലാത്തത് കൊണ്ടല്ല. ഇന്നൽ ഐന ലതദ്മഅ
ഖൽബിന് പേടി വരും, ഹൃദയത്തിന് കരച്ചിൽ വരും, സങ്കടം വരും, കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉറ്റി വീഴും. വമാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ, അല്ലാഹു ഇഷ്ടപ്പെടുന്നതേ നമ്മൾ പറയുകയുള്ളൂ. ഇന്നാ ലിമൗതിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൻ ഇബ്രാഹിം എന്ന കുഞ്ഞു മരണപ്പെട്ടപ്പോൾ മോനെ നിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്ന് പറഞ്ഞ് ഹബീബിന്റെ കണ്ണിന്ന് കണ്ണുനീര് വന്നപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ആണ് ചോദിച്ചത്, നബിയേ മാ ഹാദാ, അങ്ങ് കരയുകയാണോ? നബി തങ്ങൾ പറഞ്ഞു, സഅദേ തിൽക റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദി, അല്ലാഹുവിന്റെ അടിമകളുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുകൊടുത്ത കരുണയാണിത്. ഇന്നമാ യർഹമുല്ലാഹു റഹ്മാ, കരുണ ചെയ്യുന്ന ആളുകളെയാണ് അല്ലാഹു കരുണ ചെയ്യുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അവർക്കൊരു സഹോദരനുണ്ട് ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉസ്ബെക്കിസ്ഥാനിലാണ് അവരുടെ മഖാമുള്ളത്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദിലാണ്. സമർഖന്ദിൽ ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാം ഒരുപാട് തൈമൂരിന്റെ കാലഘട്ടത്തിലെ പ്രഗത്ഭന്മാരായ ഭരണാധികാരികളും മന്ത്രിമാരൊക്കെ നിലകൊള്ളുന്ന വലിയ ഒരു ഖബർസ്ഥാനുണ്ട്. മനോഹരമായ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ അങ്ങേയറ്റത്ത് ഹബീബായ നബിയുടെ സ്വഹാബിയുണ്ട് ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വഫാത്തായത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലേക്ക് മീതെ പണ്ടത്തെ റഷ്യയുടെ ഭാഗമായിരുന്നു, സോവിയറ്റ് റഷ്യയുടെ. ഇപ്പോ ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗമാണ്. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനം താഷ്കെൻഡിൽ നിന്ന് 300 കിലോമീറ്റർ അപ്പുറത്ത് സമർഖന്ദുണ്ട്. അവിടെയാണ് ഈ സ്ഥലം. പ്രത്യേക ഒരു പേരുണ്ട് അങ്ങോട്ട്. ഷാഹി ജിന്ദ എന്നാണ് അങ്ങോട്ട് പറയാം. ഷാഹി ജിന്ദ ഒരുപാട് മഖാമുകളുള്ള സ്ഥലമാണ് സമർഖന്ദിൽ. ഷാഹി ജിന്ദയിൽ അവിടെ അന്ത്യവിഷം കൊള്ളുന്ന മഹാനാണ് ഖുസം ഇബ്നു അബ്ബാസ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സഹോദരൻ മരണപ്പെട്ട വിവരം മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ അറിയുന്നത് മഹാനവറുകൾ മക്കയിലായിരിക്കുകയാണ്. സഹോദരൻ ഉസ്ബെക്കിസ്ഥാനിലാണ്. എത്ര സ്വഹാബിമാർ, എത്ര രാജ്യങ്ങളിൽ, എത്ര സ്വഹാബിമാർ ഏതെല്ലാം രാജ്യങ്ങളിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ വാർത്ത കേട്ടപ്പോൾ ആരോ വന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഇബ്നു അബ്ബാസേ, നിങ്ങളുടെ സഹോദരൻ അഹ്ലുൽ ബൈത്തായ നിങ്ങളുടെ സഹോദരൻ ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തങ്ങൾ ആ മഹാനോട് പറഞ്ഞിട്ടുണ്ട്, അശ്ബഹത ഖൽഖി വഖുലുഖി, ഖുസമേ നിങ്ങൾക്ക് എന്റെ സ്വഭാവവും എന്റെ രൂപവും അല്ലാഹു നൽകിയിട്ടുണ്ട്. അത് ജഅഫർ തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അതേ വാക്ക് ഖുസം ഇബ്നു അബ്ബാസ് തങ്ങളോട് ആ മഹാന്റെ മഖാമിന്റെ വാതിൽക്കൽ ഈ ഹദീസ് എഴുതി വെച്ചിട്ടുണ്ട്. അശ്ബഹത ഖൽഖി വഖുലുഖി, എന്റെ സ്വഭാവവും എന്റെ ശരീര പ്രകൃതവും അല്ലാഹു നിങ്ങൾക്ക് നൽകിയല്ലോ എന്ന് പറഞ്ഞാൽ കണ്ടാൽ റസൂലുള്ളാഹി തങ്ങൾ ബോധിപ്പിക്കുന്ന സ്വഹാബിയാണ് ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉസ്ബെക്കിസ്ഥാനിൽ ഡൽഹിയിൽ നിന്ന് 2 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര. ഇവിടെ നിന്ന് ഡൽഹി പോകണം, ഡൽഹിയിൽ നിന്ന് ഉസ്ബെക്ക് എയർലൈൻസ് കടന്നു പോകണം. ഒരു ഏകദേശം 1.25 മണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും ആ നാട്ടിലേക്ക് എത്താൻ കഴിയും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ വാർത്ത കേട്ടപ്പോൾ ഇസ്തർജഅ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുകയും വഴിയിൽ നിന്ന് യാത്രയിലാണ്, യാത്രാമധ്യയാണ്, യാത്രക്കാരോട് പറഞ്ഞു, ഞാനൊന്ന് ഒരൽപ്പം നിസ്കരിക്കട്ടെ. 2 റക്അത്ത് നിസ്കരിക്കുകയും ആ നിസ്കാരം കഴിഞ്ഞ് ഒരുപാട് നേരം ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് തന്റെ വാഹനത്തിലേക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വസ്തഈനൂ ബിസ്സുബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അല്ലാഹു ഒരു മുസീബത്ത് വരുമ്പോൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് 2 എണ്ണമാണ്. ബിസ്സുബ്രി വസ്സലാത്ത്, ക്ഷമിക്കണം, നിസ്കരിക്കണം. ക്ഷമിക്കാൻ ഇന്നാ ലില്ലാഹി ചൊല്ലാൻ പറഞ്ഞു. പിന്നെ നിസ്കരിക്കണം എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് ഞാൻ നിസ്കരിച്ചത് എന്ന് പഠിപ്പിക്കാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകൻ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ മരിച്ചപ്പോഴും മഹാനവറുകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി ചൊല്ലി 2 റക്അത്ത് നിസ്കരിച്ച് ഒരുപാട് ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. അല്ലാഹുവിനോട് പറയാ, സമാധാനാണത്. ക്ഷമയും ക്ഷമിച്ചുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും നിങ്ങൾ അല്ലാഹുവിന്റെ സഹായം ചോദിക്കണേ എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഒരു മുസീബത്ത് വരുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിസ്കരിച്ചതെന്ന് സഹോദരനായ ഖുസൈം ഇബ്നു അബ്ബാസ് തങ്ങൾ വഫാത്തായപ്പോഴും തന്റെ ഒരു മകൻ വഫാത്തായപ്പോഴും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ പ്രഗൽഭനായ ആലിം, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അങ്ങനെ ചെയ്ത് നമുക്കൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മുടെ മനസ്സുകൾക്ക് താങ്ങാൻ കഴിയാത്ത വാർത്തകൾ വരുമ്പോൾ അത് സഹിക്കാനുള്ള മനക്കരുത്ത് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അനസ് റളിയല്ലാഹു തആല അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന ഇബ്നു ലി അബീ തുൽഹ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. ഉമ്മു സുലൈം ബീവിന്റെ മോനാണ് അനസ് റളിയല്ലാഹു അൻഹു. പക്ഷേ വാപ്പ അബൂ തുൽഹ തങ്ങളല്ല. അനസ് ഇബ്നു മാലിക, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ മാലിക് ഇബ്നു കഅബ്. മാലിക് ഇബ്നു കഅബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുമായി വന്നപ്പോഴേ എനിക്ക് ഒരു പടച്ചവനെ ആരാധിക്കാൻ പറ്റില്ല, ഞാൻ ഡമസ്കസിലേക്ക് പോവാന്ന് പറഞ്ഞ് ഷാമിലേക്ക് പോയി അവിടെ ക്രിസ്ത്യാനിയായി ജീവിച്ചു മരിച്ച ആളാണ് മാലിക് ഇബ്നു കഅബ്. അദ്ദേഹമാണ് അനസ് തങ്ങളുടെ ഉപ്പ. അദ്ദേഹം വിവാഹമോചനമായപ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വിവാഹം ചെയ്ത റുമൈസ ബീവി എന്ന് പറയും, ഇവർക്ക് മറ്റൊരു പേരുണ്ട്. അവർ വിവാഹം ചെയ്ത ആളാണ് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. അവരുടെ വിവാഹത്തിന്റെ ഒരു ചരിത്രമുണ്ട്. രാത്രി പരിപാടിയിലൂടെ മഞ്ചേരി ആ വിഷയം അവിടെ വരുന്നുണ്ട്, അവിടെ പറയാം. അനസ് റളിയല്ലാഹു അൻഹു, അനസ് തങ്ങൾ പറയാണ്, അബൂ തുൽഹ തങ്ങളുടെ മകൻ, എന്റെ വാപ്പ എന്ന് പറയാൻ വയ്യ, ഉമ്മ ഒന്നാണ്, ഉമ്മയെ കല്യാണം കഴിച്ചാണ് അബൂ തുൽഹ തങ്ങള്. അപ്പൊ അബൂ തുൽഹ തങ്ങൾക്ക് ഒരു മോനുണ്ട്. ആ മകൻ മരണപ്പെട്ട അനുഭവം ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഹദീസുകളിൽ വന്നത്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ പറ്റി നബി തങ്ങൾ പറഞ്ഞു, ദഖൽതുൽ ജന്ന ഫഇദാ അന ബിറുമൈസ ഇംറഅതി അബീ തുൽഹ. ഇസ്ലാമിൽ ഇത്ര മനോഹരമായ ഒരു മഹർ കിട്ടിയ ഒരു കല്യാണം ഉണ്ടായിട്ടില്ല. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തെ കുറിച്ച് തന്നെ അവരുടെ മഹർ അബൂ തുൽഹ തങ്ങൾ മുസ്ലിം ആവണം എന്ന ഇസ്ലാമായിരുന്നു മഹർ. ഇരിക്കട്ടെ, ആ കുഞ്ഞ് മരണപ്പെട്ട അബൂ തുൽഹ റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലാണ്. യാത്ര കഴിഞ്ഞു വന്നു. നമ്മൾ കേട്ട ചരിത്രമാണത്. ഉമ്മു സുലൈം ബീവി മകൻ തീരെ സുഖമില്ല, മോൻ മരണപ്പെട്ടിട്ടുണ്ട്, വളരെ പ്രയാസത്തിലായിരുന്നു, മോൻ മരണപ്പെട്ടു. അബൂ തുൽഹ തങ്ങൾ വന്നു. രാത്രിയാണ് വരുന്നത്. ബൾബ് സ്വിച്ച് ഇടാൻ വയ്യല്ലോ, ഇരുട്ടിലാണ് മോൻ കിടക്കാന്നാണ് വിചാരിച്ചത്. എന്താ മോന്റെ വിവരം എന്ന് ചോദിച്ചു. മുമ്പത്തെ അവസ്ഥയെക്കാളും മോനിപ്പോ ശാന്തമാണ്. മരിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. ശ്വാസം പോലും വിടുന്നില്ല, ശാന്താണല്ലോ. അങ്ങനെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ ഒരു പെണ്ണിന് കഴിയോ? ഭർത്താവ് യാത്ര കഴിഞ്ഞ് വരികയാണ്, ഒരു വിഷമം അറിയിക്കാതെ. നമ്മൾ വരുമ്പോൾ തന്നെ വാതിൽക്കൽ നിങ്ങൾ എന്താ മീൻ കൊണ്ടുവന്നിട്ടില്ല, കൃഷിയെന്ന് വന്നപ്പോ അത് കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ എത്ര തവണയെ പറയാൻ തുടങ്ങിയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കടന്നു വരുമ്പോ ആശ്വാസത്തിന്റെ സന്തോഷത്തിന്റെ വാക്കുകൾ പറയുന്നതാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അവർ ഒരുമിച്ച് ഉറങ്ങി. എല്ലാം കഴിഞ്ഞ് രാവിലെ പറയാണ്, അബൂ തുൽഹ, എന്താ നമ്മുടെ അയൽവാസികളുടെ കഥ? എന്തിനു ചോദിച്ചു. അവര് ഒരു സാധനം വായ്പ വാങ്ങിയിട്ട് ആ പാത്രങ്ങളൊക്കെ കൊടുത്ത ആൾക്കാർ തിരിച്ചു ചോദിച്ചപ്പോ ഒരു പറയാൻ ഞങ്ങൾ തരൂല പറഞ്ഞു. വലിയ മോശം തന്നെയാണ് ചെയ്യുന്നത്. വായ്പ വാങ്ങിയിട്ട് ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ? വളരെ മോശമാണ് അയൽവാസികൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ ഉമ്മു സുലൈം ബീവി പറഞ്ഞു, അബൂ തുൽഹ, അല്ലാഹു നമുക്ക് വായ്പയായി നൽകിയിരുന്ന മകനെ അല്ലാഹു കൊണ്ടുപോയിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോ അബൂ തുൽഹ തങ്ങൾക്ക് ഒരു വിഷമമുണ്ടായി. മോൻ മരണപ്പെട്ടിട്ട്
ഇങ്ങനെ ആഘോഷാക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ, നിനക്കത് നേരത്തെ എന്നോടൊന്ന് പറയുമായിരുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് ചെന്നു. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ കുഞ്ഞ് മരണപ്പെട്ട വിവരം പൂഴ്ത്തിവെച്ച് എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്റെ ഭാര്യ. അവൾ എനിക്ക് മാനസിക ശാരീരിക സുഖം എല്ലാ സന്തോഷവും നൽകിയിട്ടുണ്ട് നബിയെ. പക്ഷേ എനിക്കൊരു വിഷമം, എന്തേ അവൾ അങ്ങനെ എന്നോട് അറിയിക്കാതെ, നേരത്തെ അറിയിക്കാതിരുന്നത്? ഞങ്ങൾ ചോദിച്ചു, ഇന്നലെ രാത്രി നിങ്ങൾ ഒരുമിച്ചല്ലേ ഉറങ്ങിയത്? അതെ. ബാറക്കല്ലാഹു ലകുമാ ഫീ ലൈലതികുമാ, നിങ്ങളുടെ ആ രാത്രിയിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. ആ രാത്രിയിൽ അവർ കിടന്നുറങ്ങിയതിൽ അവർക്ക് ലഭിച്ച കുഞ്ഞാണ് അബ്ദുല്ലാഹി ഇബ്നു അബീ തുൽഹ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു അബീ തുൽഹ, ആ അബ്ദുല്ലാഹ് എന്ന കുഞ്ഞ് ജനിച്ചപ്പോൾ അബൂ തുൽഹ ഞങ്ങൾ പറഞ്ഞു, ഉമ്മു സുലൈം ഓർമ്മയുണ്ടോ? നമ്മുടെ ഒരു കുഞ്ഞ് മരണപ്പെട്ട ആ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കിടന്ന അന്നുണ്ട്, ആ രാത്രിയിൽ ഉണ്ടായ കുഞ്ഞാണിത്. ഈ കുഞ്ഞിനെ നബി തങ്ങൾ പേര് വെക്കണം. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്ക് കൊണ്ടുപോവുകയും ആ കുഞ്ഞിനെ നബി തങ്ങൾ അബ്ദുല്ലാഹ് എന്ന പേര് വിളിക്കുകയും ഹബീബായ നബി തങ്ങളുടെ വായിൽ ഒരു ഈത്തപ്പഴം ചവച്ചതിന്റെ മധുരത്തിന്റെ നീര് കുഞ്ഞിന്റെ മോണയിൽ, ആ കുഞ്ഞിന്റെ വായിൽ നബി തങ്ങൾ തന്നെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് തേച്ചു കൊടുക്കുകയും തഹ്നീക്ക് ചെയ്യുകയും ചെയ്തു എന്ന് പറയും. മഹാന്മാരായ സ്വഹാബിമാർ പറയുന്നുണ്ട്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ആ അബ്ദുല്ലാഹ് എന്ന മകനിൽ നിന്ന് 9 മക്കൾ അവർക്കുണ്ടായത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കുല്ലുഹും ഖദ ഖറഅൽ ഖുർആൻ, അവരെല്ലാവരും ഖുർആൻ പണ്ഡിതന്മാരായിരുന്നു. ആ രാത്രിയിൽ അവർക്കുണ്ടായ കുഞ്ഞ് അബ്ദുല്ലാഹ്, ആ കുഞ്ഞിൽ നിന്ന് 9 ഹാഫിദീകളും ആലിമീകളും അവർക്ക് അല്ലാഹു നൽകിയതാണ്. അല്ലാഹു ബർക്കത്ത് തരട്ടെ. ആ ക്ഷമിച്ചതിന്റെ ഫലമാണ്. ഞങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഒരു കാലൊച്ച കേൾക്കാൻ കഴിഞ്ഞു. നോക്കുമ്പോൾ അബൂ തുൽഹയുടെ ഭാര്യ റുമൈസ ബീവി ആയിരുന്നു അത്. അത്രക്ക് ക്ഷമിച്ച പെണ്ണാണത്. ഒരു മോൻ മരണപ്പെട്ടാണ് ക്ഷമിക്കാൻ കഴിയും. കുട്ടികൾക്ക് പനി ഉണ്ടായാൽ നമുക്ക് ക്ഷമ വരുമോ? കുട്ടികൾക്ക് അസുഖമാണെങ്കിൽ